മുജാഹിദിന്റെ സെന്റർ പ്രസിദ്ധീകരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ തൗഹീദിന്റെ വിവക്ഷ പറയുന്ന സ്ഥലത്ത് എഴുതിയത് കാണാം. അള്ളാന്റെ ഔലിയാക്കളുടെ ബുക്കിന്റെ മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ മനുഷ്യ കഴിവ് സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, ആ നിലക്കുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവർ വാദിച്ചു. ശരിക്കും മനസ്സിലാക്കണം, സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, അതിനപ്പുറം ഒരു കഴിവ് ഒരു മഹാനുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നവർ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ചു. അതുപോലെ സക്കരിയ സലാഹി പ്രസംഗിക്കും എന്ത്, ജിന്നിനും മലക്കിനും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന് സക്കരിയ സലാഹി. ഉത്തരം കിട്ടാത്തവരോട് മലക്കുകളെയും മുസൈറിനെയും ജിന്നുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരോട് പറയാണ് ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട്? ഇത് കേട്ട് ചില സാധുക്കൾ വിവരമില്ലാതെ മുജാഹിദായി. നല്ല രസായപ്പം പറയാൻ പോകും. ഇത് കേട്ടിട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാര് മുജാഹിദായി. ഫൈസൽ മുസ്ലിയാർ എന്നിട്ട് ഒരു വിവരമില്ലാത്ത മൊയ്ലിയാർ മുജാഹിദായി. ഇപ്പൊ മുജാഹിദിന്റെ സ്റ്റേജ് വെക്കണോ ഫൈസൽ മുസ്ലിയാർ മൂപ്പര് നെല്ലിക്കുത്ത് ഉസ്താദിനെ കെണ്ണിച്ച് പ്രസംഗിക്കുന്നതാ കേൾപ്പിക്കാൻ പോകുന്നു. എന്താ പറയുന്നറിയോ? നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ ചോദ്യം. എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അല്ലാത്തവർ ചെയ്യൂല എന്നാണല്ലോ മുജാഹിദിന്റെ ആശയം. ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ല, മുജാഹിദിന്റെ പുസ്തകത്തിൽ. അപ്പൊ മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൻ സംവാദത്തിന് വരെ സക്കരിയ സലാഹി വരെ പ്രസംഗിച്ചു കഴിഞ്ഞതാ. അവരെ ബുക്കിൽ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഈ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ആശയം ഇപ്പൊ ഇവിടെ 82 അച്ചടിച്ചാണ് ഫെബ്രുവരി മാസത്തിൽ. എന്നാൽ സഹോദരന്മാരെ, ഈ ബുക്ക് വായിച്ചിട്ട് കുറെ ആൾ മുജാഹിദായി. മൗലവിമാരെ പ്രസംഗം കേട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. അതാണ് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ് സുന്നിയക്കെതിരെ. അയാൾ ക്ലിപ്പ് വെക്കുകയാണ്, ഞാനും വെക്കും പോലെ. എന്താ വെക്കുന്നത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പ്രസംഗം ചോദ്യത്തിന്റെ മറുപടി. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറയുന്നത്? അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യുക, സൃഷ്ടികളും ചെയ്യും. അതിനൊരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാന്റെ പുറമെ, അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ട് തന്നെ അള്ളാന്റെ പുറമെ മലക്കുകളും സഹായികളാണെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി ഒരു ആയത്ത് ഓതിയിട്ട്. അതിന് മൗലവിക്ക് മുസ്ലിയാര് തന്നെ മൗലവിക്ക് മറുപടിയൊന്നും ഇല്ലട്ടോ, ആയത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാ, കണ്ടാ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്നാ പറയും, അഭൗതികമായ നിനക്ക് സഹായിക്കാൻ കഴിയൂന്നാ പറയും എന്ന് ഈ മൗലവിയായ മുസ്ലിയാര് അല്ലെ മുസ്ലിയാരായ മൗലവി പ്രസംഗിക്കുന്നത് ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ മൗലവി കുടുക്കാൻ ഞാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നത് ആദ്യം ഒന്ന് കേൾപ്പിച്ചു അവനെ ഫൈസൽ മുസ്ലിയാർ എന്ന് പറയട്ടെ. എന്താണ് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദ് ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കിനേലുള്ള ആ നേക്കിനേൽ ചെയ്യുന്ന സഹായമല്ലാത്തത് അത് മലക്കുകൾ ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു. അതിനെ മൂപ്പര് ഗണ്ണിക്കാൻ നേർക്കേരല്ലാത്തത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സഹായം
അള്ളല്ലാത്തവർ ചെയ്യൂന്ന് പറഞ്ഞാലും ആയത്തോതിയിട്ട് പറഞ്ഞാലും എന്നാ മൂപ്പരെ കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലവിമാർ എവിടെ എത്തിയതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ഫൈസൽ മുസ്ലിയാരി എന്ന് പറഞ്ഞ മുജാഹിദേ ഇത് പറയുന്നത് മൗലവി ഗ്രൂപ്പാണ്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മളെ മടവൂർ ഗ്രൂപ്പിന്റെ ലത്തീഫ് മൗലവി കരിമ്പിലാക്കാൻ അയാൾ എടുത്ത് ഉദ്ധരിക്കുന്ന കൂടെ ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടവനെ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൂലമാരെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി, അതേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി പറയുന്നത് എന്ന് മടവൂർ മുജാഹിദ് പറയാൻ. ഇനി സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളി നിങ്ങൾ എന്നാ കേട്ടോളെ. 17 മലക്കുകൾ സഹായിക്കുന്നതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയ സലാഹി നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏത്തടിക്കുകയാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നിനുള്ള ഉപദ്രവം, മറ്റ് മനുഷ്യനുള്ള ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം അള്ള ശരിക്കും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നതെന്നാ മൂപ്പർ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂരും മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയ സലാഹി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകൾ സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാണ് ശബാബില് മടവൂർ മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് സെന്ററിന്റെ പുസ്തകത്തെ ബുക്കിലെ മനുഷ്യകഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നു അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ലാന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ നിങ്ങളാ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീ ആകത്തർച്ച ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമീ ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യുച്ചോളി. സുല്ലമീ ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യുച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കുന്നു വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ, എല്ലാം പൊളിഞ്ഞി, എല്ലാം പൊളിച്ച്. ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സഹായിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദികൾക്ക് അങ്ങനെ വാദം തന്നില്ല.